ഗൈസ്, ഇത് എൻ്റെ അടുക്കളയാണ്. ഞാൻ രാത്രി ഒക്കെ വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ നമുക്കിപ്പോൾ ഗ്യാസ് കിട്ടാണ്ട് ഒരുപാട് ആൾക്കാർ ഗ്യാസ് കിട്ടിയിട്ടും തികയാതിരിക്കുകയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരോ സമയം നമ്മൾക്ക് വരുന്ന ഓരോരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം അല്ല. അല്ലാതെ നമ്മൾ ഇപ്പം ഗ്യാസ് കുറ്റിക്ക് വില വരുന്നത് 3000 രൂപയാണ് പ്രൈവറ്റായിട്ട് വാങ്ങുമ്പോൾ. 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഗ്യാസ് കിട്ടുന്നത്. പിന്നെ അങ്ങനെയാണ് ഉള്ളത് ഗ്രാമത്തിലൊക്കെ. പിന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ 25 ദിവസം കൊണ്ടാണ് ഗ്യാസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിന് ചെയ്യാനുള്ള കാര്യമാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഞാൻ രാവിലത്തെ കാര്യം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്, ഒരു ചെറിയ കാര്യം മാത്രം. ബാക്കിയൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കും. ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ നിങ്ങളോടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവരും ഒപ്പരം എണീക്കില്ല രാവിലത്തെ ചായക്ക്. ചില വീട്ടിൽ എണീക്കുമായിരിക്കും, ചില വീട്ടിൽ എണീക്കില്ലായിരിക്കും. അപ്പോൾ ചായ തണിഞ്ഞു പോയാൽ നമ്മൾ ചായ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർ എണീക്കുമ്പോൾ ചായ ഉണ്ടാക്കുകയാണ് ചെയ്യുക പതിവ്. പക്ഷേങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറേ ഗ്യാസുകൾ പോകുന്നു. അത് ലാഭിക്കാനുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇതാ ചായ ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കാണിച്ചു തരാം. കണ്ട, ഞാൻ പാലടക്കം അതിലൊഴിച്ച് ചായ എല്ലാ സാധനവും വെച്ച്. പിന്നെ ഞാൻ ഇടാത്ത കാര്യമാണെന്ന് പിന്നെ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് കുറേ നാളായി. ഇങ്ങനെ ഇപ്പം നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വന്നേരം ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് കൂടെ ചായ കാച്ചൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ കുറേ ആൾക്കാരുള്ളവർ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഹായ്.